SP സുജിത് ദാസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാതെ സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തിടുക്കം കാട്ടിയെന്ന് മുൻ MLA PV അൻവർ. അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസുകളിലൊന്നും അന്വേഷണം പൂർത്തിയായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിയെന്നും മാർച്ച് 31-നകം തീരുമാനമായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. സസ്പെൻഡ് ചെയ്തിരുന്ന അന്നത്തെ SP സുജിത് ദാസിനെ 6 മാസത്തേക്കായിരുന്നു. ആ 6 മാസം കംപ്ലീറ്റ് ആയി എന്ന കാരണം പറഞ്ഞുകൊണ്ട് സുജിത് ദാസിനെ ഇപ്പൊ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്തിരിക്കുകയാണ്. ADGP അജിത് കുമാറുമായി ഞാൻ ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരു തീർപ്പും ഒരു അന്വേഷണവും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോ സുജിത് ദാസിനെ മെല്ലെ അകത്തേക്ക് കയറ്റാനുള്ള പരിശ്രമത്തിലാണ്. ഇന്നലെ വലിയ പത്രസമ്മേളനമൊക്കെ കണ്ട് നല്ല വെള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് പുതിയാപ്പിളയായി വരുന്നത് കണ്ട് സുജിത് ദാസ്. ഈ സുജിത് ദാസിനെ പോലെയും ഈ പറയുന്ന അജിത് കുമാറിനെ പോലെയുമുള്ള നൊട്ടോറിയസ് ക്രിമിനലുകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഈ ലോ ആൻഡ് ഓർഡർ കഴിഞ്ഞ 8-8.5 വർഷമായിട്ട് ഇവരാണത് കൈയാളുന്നത്. അത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരുടെ കയ്യിൽ കേരളത്തിന്റെ പോലീസിനെ മുഖ്യമന്ത്രി പിണറായി ഏൽപ്പിച്ചു. ഈ പറയുന്ന ADGP അജിത് കുമാർ ഈ കേസുകളിൽ മുഴുവൻ കുറ്റാരോപിതനാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിൽ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലത്തെ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ DGP റാങ്കിലേക്ക് ഉയർത്താനുള്ള റെക്കമെൻഡേഷൻ പാനൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ് നമുക്ക് ഈ പരാതികൾ കൊടുക്കാനേ കഴിയുള്ളൂ. അതിനെയും മറികടന്നെടുത്താൽ നമുക്ക് കോടതി പോകാൻ പറ്റും, ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോകാൻ പറ്റും. അവിടെയാണ് ഞാൻ എത്തി നിൽക്കുന്നത്.